ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്, ഹാപ്പിയാണെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് റൊട്ടീനും ക്ലീനിങ് ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ റൂമിൽ നിന്ന് തുടങ്ങുകയാണ്. ഇന്നെൻ്റെ മെയ്ഡുള്ള ദിവസം കേട്ടോ. മെയ്ഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു ദിവസം അരമണിക്കൂർ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ചതാട്ടോ. ആ ഒരു അരമണിക്കൂർ എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഒക്കെ ക്ലീനായിട്ട് കിടക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞാൽ പിന്നെ ദിവസത്തിൽ അരമണിക്കൂർ നമ്മളിതിന് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒന്ന് ഫോളോ ചെയ്തു. നമ്മൾ സോഫ ഒന്ന് റീമേക്ക് ചെയ്തു കേട്ടോ. ആദ്യം മാറ്റാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ നോക്കി തേടി പിടിച്ച് അത്ര എക്സ്പെൻസ് ഒക്കെ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അങ്ങനെ അത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇതാ ഡൈനിങ് ടേബിളിൻ്റെ ചെയറും സോഫയും ഞാൻ മാറ്റം വരുത്തിയിട്ടോ. അത് ഞാൻ സൈഡിൽ ആദ്യം ഉണ്ടായിരുന്ന പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവിടെ അടുത്തുള്ളൊരു കമ്പനിക്കാർ ചെയ്തു തന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ ഞാൻ കോണ്ടാക്റ്റ് തരാം കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരും. നമ്മൾ ഏത് മോഡലാണ് കൊടുക്കുന്നത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പ്ലാന്റ്സിൻ്റെ കെയറിങ് കാണിച്ചപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വലിയ മെനക്കെടാന്ന് കേട്ടോ. അതൊന്നുമില്ല, അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ ലീഫുകളൊക്കെ വൃത്തിയാക്കുന്നതും നനക്കുന്നതും ഒക്കെയാണല്ലോ കാണിക്കണുള്ളൂ. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്നുള്ള സംഭവമാണെന്ന്. അതൊന്നുമില്ല കേട്ടോ. പ്ലാന്റ് കെയറിങ് ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അരമണിക്കൂറുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ജോലിയേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ പാഷൻ ആയതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല, എനിക്കതൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുള്ളൂ. പിന്നെ ഞാൻ ഈ അടിക്കണൊരു മോപ്പുണ്ടല്ലോ, ഇതെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് 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 അതിൻ്റെ ഒരു എയിം കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ അടിപൊളി പ്രോഡക്റ്റാണ്. നമ്മൾ തുടക്കുന്ന പോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. മുടി പൊടി എല്ലാം കൂടെ തന്നെ പോകുന്നു കേട്ടോ. എന്നെ പോലെ ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ഇതുകൊണ്ട് അടിച്ചൊന്ന് പഠിക്കണത് നല്ലതായിരിക്കും കേട്ടോ. എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയത് കോട്ടക്കൽ നിന്ന് തന്നെ കേട്ടോ. ഒരുവിധം ഷോപ്പിലൊക്കെ കിട്ടും. ഹോം സ്റ്റൈലിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ കോട്ടക്കൽ. അവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. പിന്നെ മഫിൻ്റെ ഹാൻഡിൽ നീളം കൂട്ടുന്നത് ഒന്ന് കാണിക്കണേന്ന് ഒരാൾ ഒരുപാട് പ്രാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കേൾക്കാത്തതുകൊണ്ടല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് ക്ലിപ്പും മോപ്പിൻ്റെ ക്ലോത്തും വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റിക്ക് വാങ്ങാൻ പോകാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു ക്ലിപ്പ് വാങ്ങിയതിൻ്റെ ശേഷം നമ്മളൊരു കർട്ടൻ ഷോപ്പിൽ പോയിട്ട് അലുമിനിയത്തിൻ്റെ റെയിൽ കിട്ടും നമുക്ക് വാങ്ങാനായിട്ട്. അത് അതിൻ്റെ ഉള്ളിലേക്ക് സൂട്ടാവുന്ന നോക്കിയിട്ട് ആവശ്യമുള്ള ലെങ്ത്ത് മുറിച്ചെടുക്കുക, അതിലിടുക. അത്രേ പണിയുള്ളൂ കേട്ടോ. അതിലപ്പുറം ഒരു പണിയൊന്നും അതിനില്ല. ഒരുപാട് പ്രാവശ്യമായി ചോദിക്കണം കേട്ടോ.